ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ എമ്പുരാനിൽ റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു ഫിലിം റിലീസായി അന്ന് തന്നെ പോയി കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിറ്റേ ദിവസമാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ കുട്ടീനെ എടുത്ത് പോകാൻ പറ്റിയൊരു സിനിമയല്ലല്ലോ ഇപ്പോൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 12:30-ക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒരു 11 മണിയാകുമ്പോൾ നല്ലപോലെ ഉറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ ഫിലിം നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റത്തെ ഒരു ഹാഫ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് ബ്രീത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ട ഒരു ഹാഫ് ആൻ അവർ അങ്ങനെയായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര ഇമോഷണലി ടച്ചിങ്സ് ആയിട്ടുള്ള ഓരോരോ പാർട്ടായിരുന്നു, ഓരോരോ സീൻ തന്നെയായിരുന്നു അത്. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവെല്ലിന് ശേഷം നമുക്ക് എന്താണ് സ്റ്റോറി എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെയുള്ള അങ്ങോട്ടുള്ള പോക്കെന്ന് പറയുന്നത്. പിന്നെ ഒരു ഫിലിം കണ്ടതിൻ്റെ ഒരു സംതൃപ്തി, ഒരു രോമാഞ്ചമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക, മോഹൻലാലിൻ്റെ ഫാനാണ് ഞാനെങ്കിലും എനിക്ക് ആ ഒരു സംതൃപ്തി എനിക്ക് ഫിലിം കണ്ട് ഇറങ്ങിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പറയാനുള്ളത് ബൈജു അതുപോലെ സുരാജ് വെഞ്ഞാറമൂടൊക്കെ നല്ല അഭിനയമായിരുന്നു. അവരുടെ റോള് അവർ സൂപ്പറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ എമ്പുരാനിൽ ആ ഒരു എബ്രഹാം ഖുറേഷ്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മോഹൻലാലിന് എന്തോ എടുത്താൽ പൊങ്ങാത്ത ഒരു പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഡ്രസ്സും ആ കോസ്റ്റ്യൂമൊന്നും എനിക്കൊട്ടും അങ്ങോട്ട് താല്പര്യമായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ളൊരു ക്യാരക്ടറാണ് ഇഷ്ടം. കാരണം നാട്ടിലുള്ള സീനുകളിൽ മോഹൻലാൽ ഒരു ബ്ലാക്ക് ഷർട്ടും മുണ്ടെല്ലാം എടുത്തിട്ടാണ് കേട്ടോ. അതിൽ ആ ഒരു എൻട്രിയൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ തന്നെ ആ ഒരു നമ്മളൊരു മലയാളിയുടെ ഒരു മനസ്സിൽ മോഹൻലാലിനും ആ ഒരു രീതിയിൽ കാണാനാണ് നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടം എന്ന് ആ ഒരു സീനിൽ മനസ്സിലായി. കാരണം ഭയങ്കര കയ്യടിയും കൂട്ടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൽ ആക്ഷൻസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോടികൾ ചിലവാക്കിയ ഫിലിമാണെന്നുള്ളത് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ടെക്നിക്കൽ സൈഡൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഫിലിം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിലിം കണ്ടിറങ്ങുന്ന സമയത്ത് ഒരു ലാലേട്ടൻ ഫിലിം കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഒരു കണ്ണിനൊരു കുളിർമ, രോമാഞ്ചമൊന്നും എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ഈ ഒരു ഫിലിം കണ്ടിട്ട് എനിക്ക് ഒരു മലയാളം ഫിലിം, ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന രീതിയിൽ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു ഫിലിം കണ്ടിറങ്ങുന്ന സമയത്ത് ബേസിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും എനിക്ക് ഒരു ഫിലിമിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ കുട്ടികളെയും കൊണ്ട് പോകാൻ ഒട്ടും പറ്റില്ല കേട്ടോ. കാരണം നല്ല വയലൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എല്ലാ ഫിലിമും കുട്ടികളെയും കൊണ്ടൊന്നും പോകാൻ പറ്റുന്ന ഫിലിമല്ല. പക്ഷേ എന്നിരുന്നാലും ലൂസിഫർ കണ്ട് നമ്മൾ ഈ ഒരു എമ്പുരാൻ കാണുമ്പം ആ ലൂസിഫറിലെ പല ക്യാരക്ടറും എടുത്തു പറയേണ്ടത് നമ്മൾ സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് കേട്ടോ. ആ ഒരു ക്യാരക്ടർ നമുക്ക് ഈ എമ്പുരാനിൽ ഫുൾ മിസ്സിങ് തന്നെയായിരുന്നു.